പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യദൈവത്തിൻ്റെ തിരുനാമത്തിൽ ആമീൻ. കാരുണ്യവാനും സർവശക്തനുമായ കർത്താവ് നമ്മൾക്ക് വീണ്ടും ഒരിക്കൽ കൂടി ഈ വീഡിയോ ചെയ്യാൻ അനുഗ്രഹിച്ചതിന് നന്ദി അർപ്പിക്കുന്നു. കാരണം ഞാൻ വിചാരിച്ചതില്ല, പെട്ടെന്ന് ഈ മഴയും എല്ലാം കണ്ടപ്പോൾ നെറ്റ് തീരെ ഇല്ലാതായിരുന്നു. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ 15-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. അതിൽ അബ്രഹാം ദൈവത്തിൻ്റെ പരീക്ഷണങ്ങളൊക്കെ അതുവരെ ഉള്ളതൊക്കെ വിജയിച്ചതായിട്ടാണ് പറഞ്ഞു. അപ്പോൾ ഇനിയും അവിടുന്ന് ഒരു ഉടമ്പടി ഉണ്ടാക്കുകയാണ് അബ്രഹാമുമായിട്ട്. അതിനുവേണ്ടി ആഗ്രഹിക്കുന്നു. കാരണം അബ്രഹാം വീണ്ടും ആ കർത്താവ് കൂടെ നിനക്ക് ഒരു സന്താനത്തെ തരും എന്ന് ആവർത്തിക്കുമ്പോൾ, പലതവണയായിട്ട് ആവർത്തിക്കുകയാണ്, വർഷങ്ങളായി. അപ്പോൾ അബ്രഹാം ചോദിക്കുന്നു, ഇതെങ്ങനെ ആണ് ഒരു സംശയം തോന്നുകയാണ്. പറയുന്നതേ ഉള്ളൂ, തന്നിട്ടില്ല. എനിക്ക് പറയുന്നുണ്ട്. അബ്രഹാം തുടർന്നു, എനിക്കൊരു സന്താനത്തെ അവിടുന്ന് തന്നിട്ടില്ല. അപ്പോൾ എൻ്റെ സ്വത്തുക്കളുടെ എല്ലാം യജമാനൻ, ഒരു അനന്തരാവകാശി എൻ്റെ ദാസരിൽ ഒരുവനായിരിക്കും. അപ്പോൾ കർത്താവ് പറഞ്ഞു, നിൻ്റെ അവകാശി അവനായിരിക്കില്ല, നിൻ്റെ മകൻ തന്നെയായിരിക്കും. ഇത് നമ്മളത് കണ്ടു. അപ്പോൾ കർത്താവിന് ആ ഒരു ഉടമ്പടി അബ്രഹാമുമായിട്ടുണ്ടാക്കുകയാണ്. കാരണം അത് അബ്രഹാമിൻ്റെ അവിശ്വാസം, സംശയമുണ്ടാകരുത്. വിശ്വാസമുണ്ട്, പക്ഷേ സംശയമുണ്ട്. ഇങ്ങനെ മാനുഷികമായിട്ടുള്ള കാര്യം അതിലൊന്നും കർത്താവ് അത് ഇഷ്ടക്കേടാകുകയില്ല. അത് കർത്താവിൻ്റെ വിശ്വാസമുള്ള ലംഘനമല്ല, ഒരു സംശയം ചോദിക്കുകയാണ് ചെയ്യുന്നത്. അത് പറഞ്ഞെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ കർത്താവ് ആ ഉടമ്പടിക്ക് തയ്യാറാകുകയാണ്. അവിടുന്ന് കൽപ്പിച്ച് 3 വയസ്സ് വീതം പ്രായമുള്ള ഒരു പശുക്കിടാവ്, ഒരു പെണ്ണാട്, ഒരു മുട്ടനാട് എന്നിവയെയും ഒരു ചെങ്ങാലിയെയും ഒരു ഇളം പ്രാവിനെയും എനിക്കായി കൊണ്ടുവരിക. അപ്പോൾ അവൻ അവയെല്ലാം കൊണ്ടുവന്നു. അവയെ 2ആയി പിളർന്ന് ഭാഗങ്ങൾ നേർക്ക് നേരെ വെച്ചു. പക്ഷികളെ അവൻ പിളർന്നില്ല. പ്രിയമുള്ളവരെ, അപ്പോൾ ബലി അർപ്പിച്ച് ഉടമ്പടി ചെയ്യുക എന്നുള്ളത് അക്കാലത്തെ ഒരു ആചാരമായിരുന്നു. അത് ബലി അർപ്പണത്തോടു കൂടിയാണ്. അന്ന് ഇപ്പോൾ കർത്താവ് അവർക്ക് ഇസ്രായേൽ ജനത്തിന് കൊടുക്കുന്ന ദേശങ്ങളിൽ 10 രാജാക്കന്മാർ, 10 രാജ്യങ്ങൾ, 10 ദേശങ്ങൾ കൊടുക്കുകയാണ്. അതായത് ഈജിപ്തിലെ നദി മുതൽ, ഈജിപ്ത് നദി എന്ന് പറയുമ്പോൾ നൈൽ നദി, അവിടെ മുതൽ അതിൻ്റെ ആ അതിര് മുതൽ, അത് ഈജിപ്ത് ഒഴികെ ബാക്കിയുള്ളത് ഉള്ള ദേശം മുതൽ ഏതാണ്ട് ഇറാൻ വരെയുമുള്ള ദേശങ്ങൾ എല്ലാം കൊടുക്കുകയാണ്. ആ 10 രാജ്യങ്ങളുടെ 10 രാജാക്കന്മാരുടെ ദേശങ്ങളെല്ലാം ഇത് നിനക്കുള്ളതാണ് എന്ന് കർത്താവ് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഉടമ്പടി ഉണ്ടാക്കുമ്പോൾ പിന്നെ സംശയിക്കേണ്ട കാര്യമില്ലല്ലോ. കർത്താവ് അതിനാണ് ഒരു ഉടമ്പടി. ഈ ഉടമ്പടിയുടെ സ്വഭാവം അത് തോന്നുമ്പോൾ മാറ്റാവുന്നതല്ല. അതുവരെ ഉള്ളതൊക്കെ ചിലപ്പോൾ മാറ്റിയെന്ന് വരും, ലംഘിച്ചെന്ന് വരും. ഇത് ലംഘിക്കാൻ പാടില്ലെന്നാണ് കർത്താവിൻ്റെ ചട്ടം. അതുകൊണ്ട് ഇതിലെ ഒരു റിജിഡ് കവനൻ്റാണ്, ഒരു ഉടമ്പടിയാണ്. അതിന് അതല്ലാതെ ഫ്ലെക്സിബിൾ അല്ല. എപ്പോഴെങ്കിലും മാറ്റിമറിക്കാനോ അതിൽ കുറയ്ക്കാനോ കൂട്ടാനോ ഒന്നും പറ്റുകയില്ല. അതിനാണ് ആ ബലിയർപ്പണത്തോടു കൂടി വയ്ക്കുന്നത് അന്ന് അപ്പോൾ ഹിത്യരുടെ ഇടയിലുണ്ടായിരുന്ന ഒരു ആചാരമായിരുന്നു അത്. അപ്പോൾ കർത്താവ് കൊടുക്കാമെന്ന് പറഞ്ഞ 10 രാജ്യങ്ങളിൽ ഒന്നാണ് ഹിത്യരുടെ ദേശം. അപ്പോൾ അവർ
ചെയ്യുന്നത് ഒരു രണ്ട് പേര് തമ്മിൽ ഒരു ഉടമ്പടി ഉണ്ടാക്കണമെങ്കിൽ അവർ ചെയ്യുന്നത് ബലി അർപ്പിച്ചുകൊണ്ട് വേണം ചെയ്യാൻ. ബലിവസ്തുവുമായിട്ട്, അതായത് ബലിമൃഗവുമായിട്ട് അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി അവിടെ വെച്ച് ഈ ബലിമൃഗത്തെ കൊന്ന് രണ്ടുപേരും കൂടെ അതിനെ ഒരു 8 7 അല്ലെങ്കിൽ കഷണങ്ങളാക്കുക. അങ്ങനെ 8 7 10 12 ഇങ്ങനെയുള്ള കഷണങ്ങളാക്കി വയ്ക്കുക. ഈ എണ്ണമനുസരിച്ച് ആ കഷണങ്ങളാക്കിയിട്ട് ഒരു ബലിമൃഗത്തെ, ഒരു പശുവിനെ അല്ലെങ്കിൽ ഒരു കാളയാണെങ്കിൽ അതിന് 8 10 അല്ലെങ്കിൽ 12 കഷണങ്ങൾ ഇങ്ങനെ അത് ആക്കിയിട്ട് 2 വരിയിൽ വയ്ക്കണം. അവയെ പിളർത്തി 2 വരിയായിട്ട് വയ്ക്കുക, നേർക്ക് നേരെ ഓരോ വരിയും. ഇടയ്ക്ക് സ്ഥലം വിടും, വഴിയുണ്ട്. അപ്പം ഇവർക്ക് നടന്നു പോകാം, ഉടമ്പടി ചെയ്യുന്നവർക്ക് അതിൻ്റെ ഇടയ്ക്കൂടെ. അപ്പോൾ അതിനുള്ള വഴി വിട്ടിട്ട് അവർ ആ ബലിപീഠത്തിൻ്റെ മുകളിൽ അടുത്തായിട്ട് 2 വശത്തായിട്ട് അത് നിരത്തും. ഓരോ കഷ്ണവും നേർക്ക് നേർ വരും. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് അവർ ഈ ഉടമ്പടിയിൽ ഏർപ്പെടുന്നവർ 2 പേര് കൈ കോർത്ത് പിടിച്ചും കൊണ്ട് ഈ കഷണങ്ങളുടെ ഇടയ്ക്കൂടെ 4 5 അല്ലെങ്കിൽ 7 തവണ അങ്ങനെ നടക്കും. ചുറ്റി അതിനെ വലം വെച്ച് നടക്കും. 7 തവണ നടക്കും, അല്ലെങ്കിൽ 5 4 അവരുടെ ആ ഉടമ്പടിയുടെ ദൈർഘ്യം അനുസരിച്ചായിരിക്കും. അപ്പോൾ ഇങ്ങനെ വരുന്ന ഉടമ്പടി അവർക്ക് ലംഘിക്കാൻ പറ്റുകയില്ല. അവരുടെ ദേവൻ്റെ മുൻപിൽ വെച്ച്, അവരുടെ അമ്പലത്തിൽ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ വെച്ച് അവർ നടത്തുകയാണ്. അപ്പോൾ ഈ ഉടമ്പടി 2 പേരും ഒരുപോലെ ബാധ്യസ്ഥരാണ് അത് പാലിക്കുന്നതിന്. അപ്പോൾ ഉടമ്പടി ആരെങ്കിലും ലംഘിച്ചാൽ ഇതിനെ ചെയ്യുന്നത് ആ ലംഘിച്ച ആളെയും ഈ ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് ഇതുപോലെ കഷണങ്ങൾ 12 കഷണങ്ങളാണ് ആദ്യം ആ ഉടമ്പടിക്ക് അവർ നുറുക്കിയതെങ്കിൽ ഈ വ്യക്തിയെയും 12 കഷണങ്ങളാക്കി 2 വരിയായിട്ട് വെച്ചിട്ട് അമ്പലത്തിൽ നിന്ന് ആ ആൾക്ക് തിരിച്ചു പോകാം, മറ്റേ ആൾക്ക്. അതോടെ ഉടമ്പടി ഇല്ലാതായി എന്നുള്ളതാണ്. ഇവിടെ ആ ഒരു ആചാരത്തിൻ്റെ ഒരു രൂപമാണെന്ന് തോന്നുന്നു. അതിനോട് സമാനതയുണ്ട് ഇവിടെ ചെയ്യുന്നത്. അപ്പം 2ആയിട്ട് പിളർന്ന ഭാഗങ്ങൾ നേർക്ക് നേർ വെച്ചു. പക്ഷികളെ അവൻ പിളർന്നില്ല. അപ്പോൾ പിളർന്നില്ല. പിണത്തിന്മേൽ കഴുകന്മാർ ഇറങ്ങി വന്നപ്പോൾ അബ്രാം അവയെ ആട്ടി ഓടിച്ചു. സൂര്യൻ അസ്തമിച്ചു കൊണ്ടിരുന്നപ്പോൾ അബ്രാം ഗാഢ നിദ്രയിലാണ്ടു. ഭീകരമായ അന്ധകാരം അവനെ ആവരണം ചെയ്തു. പ്രിയപ്പെട്ടവരെ, നമ്മളിവിടെ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. കർത്താവിന് ബലി അർപ്പിക്കുമ്പോൾ നമ്മൾ വെറുതെ അങ്ങ് പോയി നിന്ന് അവിടെ നിന്ന് കണ്ടു കേട്ട് പോരുകയല്ല, ബലി അർപ്പിക്കുകയാണ്. ബലി അർപ്പിക്കുമ്പോൾ ബലി വസ്തുക്കളെ അത് നമ്മൾ പിളർത്തി അവിടെ കാഴ്ച അർപ്പിക്കണം. എന്താണ് ഇവിടെ ബലിവസ്തുക്കളെന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയ വിചാരങ്ങളെ, ഈ വിചാരങ്ങളുണ്ടാകുന്ന ഹൃദയത്തിൽ നിന്നാണ്, നമ്മുടെ ബോധതലത്തിൽ നിന്നാണ്. അപ്പോൾ ഇവയൊക്കെ നമ്മൾ പിളർത്തണം. നമ്മുടെ ഹൃദയത്തെ പിളർത്തി, ഹൃദയം ഒന്ന് കീറണം, നുറുങ്ങണം, അതിന് പോറലുണ്ടാകണം, ദൈവം മുൻപാകെ ആ ചിന്ത ഉണ്ടാകണം. ഞാൻ ദൈവത്തിന് പ്രിയപ്പെട്ടവനാകാനാണ് എൻ്റെ ജീവിത ലക്ഷ്യം. അല്ലാതെ എങ്ങനെയെങ്കിലും കാട്ടിക്കൂട്ടി എങ്ങനെയെങ്കിലും ജീവിതം തട്ടിക്കൂട്ടി കൊണ്ട് പോവുകയല്ല എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം. അതാണ് നമ്മൾ ആ കഷണങ്ങൾ നമ്മൾ
അത് പിളർത്തി വയ്ക്കണം. നമ്മുടെ ഹൃദയവും ബോധതലങ്ങളും നമ്മുടെ മനസാക്ഷിയും എല്ലാം തന്നെ, നമ്മുടെ അധരം, നാവ്, അതെല്ലാം അവിടെ ആ ചിന്തയിൽ ആണ്ടിരിക്കണം. അതാണ് ഇവിടെ പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഭവനത്തിൽ നമുക്കുണ്ടാകുന്ന, നമ്മുടെ ഭവനത്തിൽ ഈ മുറിവ് അനുഭവപ്പെടണം എല്ലായിടത്തും എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഈ വഴക്കുണ്ടാകുക എന്നുള്ളതല്ല, കലഹിക്കുക എന്നുള്ളതല്ല, വേദന ഉണ്ടാകണം എല്ലാവർക്കും. എന്ത് വേദനയാണ് ഈ വേദന എന്ന് പറയുക? ഇതാണ് നമ്മുടെ തഴക്ക വഴക്കങ്ങളായിട്ടുള്ള ദോഷങ്ങൾ, പിശാചിൽ നിന്ന് നമ്മൾക്ക്, അല്ലെങ്കിൽ ജഡിക അല്ലെങ്കിൽ ലൗകിക വിഷയങ്ങളിൽ നിന്ന് നമുക്ക് ഉള്ള മോചനം, അതിനിച്ചിരി വേദന വരത്തില്ലേ? അതിൽ നിന്ന് അതൊക്കെ ഉപേക്ഷിക്കാൻ ആ വേദന ഉണ്ടാകണം, അതൊക്കെ ഉപേക്ഷിക്കണം. അത് നമ്മുടെ ഭവനത്തിലായാലും നമ്മളുടെ കുടുംബത്തിലെ അംഗങ്ങളിലായാലും പരസ്പരം തമ്മിൽ നമുക്കത് ഉണ്ടായിരിക്കണം എല്ലാവരിലും. അപ്പോൾ നമുക്ക് ആ ബലിവസ്തുവിനെ, നമ്മുടെ ബലിവസ്തുവായ നമ്മൾ തന്നെയാണ്, നമ്മുടെ മനസ്സാണ്, നമ്മുടെ ചിന്തകളാണ്, നമ്മുടെ പ്രവൃത്തികളാണ്, നമ്മുടെ ആഗ്രഹങ്ങളാണ്. അതിനെ മുറിച്ച് പിളർത്തി വയ്ക്കണം. അപ്പോൾ ഇവിടെ പറയുന്നു, അവൾ പിണത്തിന്മേൽ പക്ഷികളെ ഞാൻ പിളർന്നില്ല. 11-ാം വാക്യത്തിൽ പിണത്തിന്മേൽ കഴുകന്മാർ ഇറങ്ങി വന്നപ്പോൾ അബ്രഹാം അവയെ ആട്ടി ഓടിച്ചു. അതെ, തീർച്ചയായും അങ്ങനെയാണ്. നമ്മൾ ദൈവം മുൻപാകെ, നമ്മൾ ആധുനിക രീതിയിലുള്ള ഒരു ദൈവശാസ്ത്രപരമായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. പുതിയ നിയമത്തിൽ നമുക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ് അതിനെപ്പറ്റി. അപ്പോൾ നമ്മൾ ദൈവത്തിന് മുൻപാകെ നമ്മൾ ബലിയർപ്പിക്കാൻ പോകുമ്പോൾ നമ്മൾ കണ്ടു, നമുക്ക് വേദനയുണ്ടാകണം. വേദനയുണ്ടാകുമ്പോൾ നമ്മൾ അതിന് മനസ്തപിക്കണം. മനസ്സിന് വേദന ഉണ്ടാകണം നമ്മുടേതായിട്ടുള്ള ദോഷങ്ങളിൽ. ഇവിടെ മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, നീ ബലിയർപ്പിക്കുമ്പോൾ നിൻ്റെ സഹോദരനുമായിട്ട് നിനക്ക് രമ്യതപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിൽ, സഹോദരനുമായിട്ട് എന്തെങ്കിലും, സഹോദരന് നിന്നോടെന്തെങ്കിലും പിണക്കമുണ്ടെങ്കിൽ, നീരസമുണ്ടെങ്കിൽ എന്തു ചെയ്യണം? നീ ബലിവസ്തു അവിടെ വെച്ചിട്ട് അവിടെ പോയി രമ്യതപ്പെട്ട് അവനെ സ്നേഹത്തിലാക്കി ആയിട്ട് വന്ന് വേണം ബലിയർപ്പിക്കാൻ. ആ പ്രശ്നങ്ങൾ, ആ പ്രയാസങ്ങൾ അവിടെ വെച്ച് മാറണം. അതാണ് നമ്മൾ നുറുങ്ങേണ്ടുന്നത്. അത് മറ്റുള്ളവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കാൻ കഴിയുന്നവർക്കേ ബലി അർപ്പിക്കാൻ പാടുള്ളൂ, ആ ബലി സ്വീകരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ അത് വെറും കാണാനുള്ളതായിരിക്കും, അതൊരു പ്രഹസനമായിരിക്കും എന്നാണ് പറയുന്നത്. മറ്റുള്ളവരെന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടുമുട്ടുന്നവരാരായാലും, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ദൈവാലയത്തിൽ പോകുമ്പോൾ, ദൈവത്തിന് മുൻപാകെ ബലി അർപ്പിക്കുമ്പോൾ, വിശുദ്ധ കുർബാനയ്ക്ക് അതായത് പോകുമ്പോൾ, നമ്മൾക്ക് ചിലപ്പോൾ അടുത്ത് നിൽക്കുന്നവരെ പോലും ഇന്ന് കാണുന്നത് ഇഷ്ടമല്ലാത്തവരായിരിക്കും. എനിക്കൊന്ന് വലിയൊരു ശതമാനവും അങ്ങനെ തന്നെയായിരിക്കും. മുഴുവൻ സമയം എങ്ങനെയാണ് ആ സ്നേഹത്തിൽ അവർ വളരുന്നത്? ചെയ്യത്തില്ല, കണ്ട ഭാവം കാണിക്കത്തില്ല. അങ്ങനെയുള്ളവരുടെ ബലി അവിടെ വെറുതെ പോവുകയാണ്. അവർ സമയം പാഴാക്കി ദൈവത്തെയും കബളിപ്പിക്കാൻ നോക്കുന്നു, മനുഷ്യരുടെ മുൻപിലും പ്രഹസനം കാണിക്കുന്നു. അവർക്കും അത് ഒരു അതാണ് പാപ ചിന്തയാണ് അവരിലും ഉണ്ടാകുന്നത്. നമുക്കും ഇത് മതി, ഇങ്ങനെയൊക്കെ മതിയല്ലോ, ഇതാണല്ലോ, പിന്നെ ഇതിലെന്തുവാ കാര്യം? അപ്പോൾ അവർക്കും ഉതപ്പുണ്ടാകുകയാണ്. അപ്പോൾ ഈ പാപം 3 ബലി അർപ്പണത്തിൽ തന്നെ. അപ്പോൾ അങ്ങനെയുള്ള ബലി അർപ്പിക്കാതിരിക്കുക. അപ്പോൾ ഒരു പാപമേ ഉള്ളൂ, നീ ബലി അർപ്പിച്ചില്ല, അത് ശിക്ഷാർഹമാണ്. അപ്പോൾ ബലി അർപ്പിക്കേണ്ട, പള്ളിയിൽ പോകേണ്ട അങ്ങനെയുള്ളവരെന്നല്ല ഞാൻ പറഞ്ഞത്. അവിടെ പോകണം, ബലി അർപ്പിക്കണം. പക്ഷേ മനസ്സ് ശുദ്ധമാക്കിക്കൊണ്ട്, മനസ്സ് സ്നേഹം കൊണ്ട് നിറഞ്ഞിട്ട്, ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞുകൊണ്ട് വേണം ആ ബലി അർപ്പിക്കാൻ. ഇവിടെ കായൻ ബലി അർപ്പിച്ചതുപോലെ ആയിപ്പോകും. അതിന് 2 പക്ഷമൊന്നുമില്ല. അത് ശരിയാണ് 100%. കായന് സ്നേഹം ഉണ്ടായിരുന്നോ? ഇല്ല. സഹോദരനോട് തന്നെ പോലെ തന്നെ സ്നേഹിച്ചിരുന്നില്ല.
ഒരു നീരസത്തോടെയാണ് കണ്ടിരുന്നത്. അവനെ എല്ലാ തരത്തിലും ദൈവം അവനോട് സ്നേഹമായിട്ട് പെരുമാറുന്നു. അപ്പോൾ അവൻ്റെ ബലി സ്വീകരിക്കാൻ പറ്റാത്ത ഇതുകൊണ്ടാണ് ഹൃദയത്തിൻ്റെ നൈർമല്യത നിർമ്മലത നഷ്ടപ്പെട്ടവനായിരുന്നു. അത് വീണ്ടെടുക്കാൻ, അത് ക്രമീകരിക്കാൻ അവന് സാധിച്ചിരുന്നില്ല. അതുപോലല്ലേ നമ്മളിത് ചിന്തിക്കണം. നമ്മുടെ ബലികളും നമ്മൾ ദൈവാലയത്തിൽ പോകുന്നതും ബലി അർപ്പിക്കുന്നതും ഇനിയും ബലിവസ്തു ഭക്ഷിക്കുന്നത് പോലും അതിൽ തെറ്റാണ്. അവിടെ വിശുദ്ധ പൗലോസ് പറയുന്നത് നിൻ്റെ ശിക്ഷാവിധിയെയാണ് നീ ഭക്ഷിക്കുന്നത്. അങ്ങനെ അതുപോലും ചിന്തിക്കാതാണ്, ഇന്ന് മനസ്സിലാക്കാതാണ് ഇന്ന് നമ്മൾ ഓരോന്നും ചെയ്യുന്നത്. അപ്പോൾ അവിടെ പക്ഷികളെ അവൻ പിളർന്നില്ല. കഴുകന്മാർ ഇറങ്ങി വന്നപ്പോൾ അബ്രഹാം അവയെ ആട്ടി ഓടിച്ചു. കഴുകന്മാർ ഇറങ്ങി വരും. ഈ ബലി അർപ്പിക്കാൻ പോകുമ്പോൾ കഴുകന്മാരെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ കഴുകന്മാരെന്ന് പറയുന്നത് നമ്മൾക്ക് പുതിയ നിയമത്തിൽ നമ്മൾക്ക് പറയാം, ഈ കാലഘട്ടത്തിൽ ദൈവത്തിന് അനുകൂലമായിട്ട് ദൈവത്തോട് ചേർന്ന് ദൈവത്തിൻ്റെ പദ്ധതിക്ക് നമ്മൾ ആമേൻ പറഞ്ഞ് ഏറ്റുപറഞ്ഞ് അംഗീകരിച്ച് ബലി അർപ്പിക്കാൻ പോകുമ്പോൾ, ബലിയർപ്പണം തുടങ്ങുമ്പോൾ പിശാച് വരും കഴുകനായിട്ട്. കഴുകന് അവിടെ പിശാച് വന്ന് നമ്മുടെ മനസ്സുകളെ മാറ്റിമറിക്കും. അവയെ ആട്ടി ഓടിക്കാനുള്ള കൃപ നമ്മൾക്ക് ലഭിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ വരപ്രസാദം നമ്മളിലുണ്ടായിരിക്കണം. അത് നമ്മൾ അപേക്ഷിച്ചാൽ നമ്മൾക്ക് കിട്ടുന്നതാണ്. നമ്മളിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ ആ പ്രസാദത്തെയൊക്കെ നമ്മൾ ഉദ്ദീപിപ്പിച്ച് നമ്മൾ ശക്തി നേടണം. അങ്ങനെ നമ്മളെ ബലിയർപ്പണത്തിൽ നിന്ന്, കർത്താവുമായിട്ടുള്ള ആ ബന്ധത്തിൽ നിന്ന് നമ്മളെ വിടുവിക്കാൻ വരുന്ന നരക സാമ്രാജ്യത്തിൻ്റെ അധിപനായ സാത്താനെ നമ്മൾ ആട്ടി ഓടിക്കണം. അബ്രഹാം ചെയ്തതുപോലെ അതാണ്. ആ ബലിവസ്തുവിനെ ഭക്ഷിക്കാനോ തൊടാനോ അശുദ്ധമാക്കാനോ അബ്രഹാം സമ്മതിച്ചില്ല. അപ്പം നമ്മൾ മനുഷ്യൻ, കാരണം എന്താ അങ്ങനെ സാത്താൻ വരുന്നത്? മനുഷ്യൻ ദൈവത്തിൻ്റെ പദ്ധതിക്ക് ആമേൻ പറഞ്ഞതാണ് കുഴപ്പം. ആമേൻ പറഞ്ഞങ്ങനെ നടന്നതാണ്. പിന്നെ സാത്താൻ അല്ലെങ്കിൽ ഇഷ്ടം പോലെ പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ മനുഷ്യർ ദൈവവുമായി ചേരുന്നത് സാത്താനെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുകയില്ല. അപ്പോൾ അവൻ്റെ സാമ്രാജ്യത്തിലോട്ട് ആളുകളെ ദൈവത്തിൻ്റെ സാമ്രാജ്യത്തിൽ നിന്ന്, അതായത് ദൈവരാജ്യത്തിന്, സ്വർഗത്തിന് എതിരായിട്ട് തിരിച്ച് അവൻ്റെ സാമ്രാജ്യത്തിലോട്ട് കൊണ്ടുപോകണം. ആ പദ്ധതി പൊളിക്കുന്നതിനാണ് അവൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മളെ അന്ധകാരം വ്യാപിച്ചു. അടുത്ത് പറയുന്നതുണ്ട്, അപ്പോൾ സൂര്യൻ അസ്തമിച്ചു കൊണ്ടിരുന്നപ്പോൾ അബ്രഹാം ഗാഠനിദ്രയിലായിട്ടു. ഭീകരമായ അന്ധകാരം അവനെ ആവരണം ചെയ്തു. അപ്പോൾ കർത്താവ് അരുളി ചെയ്തു. അപ്പോൾ കർത്താവിൻ്റെ സംസാരിക്കാനുള്ള ആ അവസരം, ഒരു ചുറ്റുപാട് പശ്ചാത്തലം ഒരുക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അബ്രഹാം ഗാഠനിദ്രയിലാണ്ടും. അപ്പോൾ ദർശനത്തിൽ പറയുന്നതാണ് ഏറ്റവും ഉചിതമായത്. കാരണം അപ്പോൾ അംഗീകരിക്കാൻ പറ്റുമോ? അവിടെ സംശയിക്കേണ്ട. കർത്താവ് അരുളി ചെയ്യുന്നത് കേൾക്കുകയാണ് ചെയ്യുന്നത്. മറ്റ് ശബ്ദങ്ങളോ മറ്റ് ഇടപെടലുകളോ ഒന്നും തന്നെ അവിടെ ഉണ്ടാകുന്നില്ല. ഗാഠനിദ്രയിലായിരുന്നു, അന്ധകാരമായിരുന്നു. അപ്പോൾ അതെ, നമ്മൾ കർത്താവിനെ പ്രാപിക്കാനായിട്ട് നമ്മൾ പോകുമ്പോൾ കർത്താവുമായിട്ട് രമ്യതയിലായി ഉടമ്പടിക്കാണ് പോകുന്നത്. ബലിയർപ്പിച്ച് അതിന് പോകുമ്പോൾ ബലിയർപ്പിക്കുന്ന കർത്താവുമായിട്ടുള്ള ഉടമ്പടിയാണ്. ഇതുവരെ ചെയ്തിട്ടുള്ളൊരു നന്ദി പ്രകാശനം. ഇനിയുള്ളതിനും കർത്താവിൻ്റെ ഇഷ്ടത്തിന് ഞാൻ നടന്നുകൊള്ളാം എന്നുള്ള ഉടമ്പടിയാണത്. അതിൽ പോകുമ്പോൾ അന്ധകാരം നമ്മളെ ചിലപ്പോൾ ആവരണം ചെയ്യും. ലോകത്തിൻ്റെ ചിന്തകൾ, ലോകത്തിൻ്റെ മോഹങ്ങൾ, ഇതെല്ലാം നമ്മളെ ആവരണം ചെയ്തെന്ന് വരും. അതിൽ നിന്നെല്ലാം ഓടി അകലണം. അപ്പോൾ അതാണ് ഇവിടെ ഈ അന്ധകാരം അവനെ ആവരണം ചെയ്തു. അപ്പോൾ കർത്താവ് അരുളി ചെയ്തു, നീ ഇത് അറിഞ്ഞുകൊള്ളുക, നിന്റെ സന്താനങ്ങൾ സ്വന്തമല്ലാത്ത നാട്ടിൽ പരദേശികളായി കഴിഞ്ഞുകൂടും. അവർ ദാസ്യവേല ചെയ്യും. 400 കൊല്ലം അവർ പീഡനങ്ങൾ അനുഭവിക്കും. കർത്താവ് ഭാവിയിൽ അവിടെ അബ്രഹാമിനും സന്തതികൾക്കും വരാൻ പോകുന്ന കാര്യമാണ് പറയുന്നത്. നിന്റെ സന്താനങ്ങൾ, ഇവിടെ ആവർത്തിക്കുകയാണ്, നീ സന്താനമില്ലാത്തവനായിട്ടാകുകയല്ല, സന്താനങ്ങൾ
അവിടെ 400 കൊല്ലം പീഡനങ്ങൾ അനുഭവിക്കും. എന്നാൽ അവരെ അടിമപ്പെടുത്തുന്ന രാജ്യത്തെ ഞാൻ കുറ്റം വിധിക്കും. അതിനുശേഷം ധാരാളം സമ്പത്തുമായിട്ട് അവർ പുറത്തു വരും. അപ്പോൾ കർത്താവിനെ ജനത്തെ അടിമപ്പെടുത്തുന്നവരെ കർത്താവ് വെറുതെ അങ്ങ് വിടുകയല്ല. കർത്താവിൻ്റെ ഉടമ്പടിയിൽ ഏർപ്പെടുന്നവരെ, ആ പങ്കാളികളെ ആയ നമ്മളെ അവിടുന്ന് എപ്പോഴും നമ്മളെ ചുറ്റും പാളയമടിച്ച് നമ്മൾക്ക് അവിടെ കാവലുണ്ട്. കർത്താവ് പറയുന്നുണ്ട്, അപ്പോഴേ ഞാൻ നിനക്ക് സംരക്ഷണം നൽകും. നിന്നെ തൊടുന്നവൻ എൻ്റെ കൃഷ്ണമണിയെയാണ് തൊടുന്നത്. അപ്പം ഇങ്ങനെയുള്ള പ്രവാചകൻ്റെ ഈ അറിയിപ്പ്, പ്രവാചകനോട് കർത്താവ് പറഞ്ഞ ഈ അറിയിപ്പ്, അത് നമ്മൾക്കും ഇന്ന് ബാധകമാണ്. നമ്മളോടും കർത്താവ് പറയുന്നുണ്ട്, നമ്മളങ്ങനെ ചേർന്ന് നിൽക്കുകയാണെങ്കിൽ ഉടമ്പടിയോട്. അപ്പോൾ ഈ ഉടമ്പടി എന്ന് പറയുമ്പോൾ ഒരു കാര്യമുണ്ട്. ഇന്ന് പലതരം ഉടമ്പടികൾ നമ്മളിന്ന് കേൾക്കാറുണ്ട്. ആ ഉടമ്പടിയൊന്നും അല്ല ഇത്. ദൈവമായിട്ട് ദൈവജനത്തിന് മാത്രമേ ഉടമ്പടിയുള്ളൂ. ദൈവമായിട്ടാണ് ഉടമ്പടി, അല്ലാതെ ഉള്ളതിന് ഉടമ്പടിയൊന്നുമല്ല. വിശുദ്ധരായിട്ടോ വിശുദ്ധകളുമായിട്ടോ ഒന്നും ഒരു ഉടമ്പടിക്കും അധികാരമില്ല. അത് ശരിയുമല്ല. ബൈബിൾ അടിസ്ഥാനത്തിൽ അത് തെറ്റ് തന്നെയാണെന്നാണ് എനിക്ക് അത് തറപ്പിച്ചുള്ള ബോധ്യമുണ്ട്. കാരണം ആ വാക്ക് അവിടെ ഉപയോഗിക്കരുത്. നമ്മൾ അവളെ ഒരു വിശുദ്ധയായിട്ടോ വിശുദ്ധരുമായിട്ടോ ചെയ്യുന്നെങ്കിൽ അപേക്ഷയോ അതനുസരിച്ച് കൊള്ളാമെന്നുള്ള വാഗ്ദാനമോ ചെയ്യാൻ നമ്മളുടെ സഹായത്തിന് പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത്. ദൈവമായിട്ടുള്ള അങ്ങനെയുള്ള ഉടമ്പടിക്ക്, വാഗ്ദാനത്തിന് അവരുടെ പ്രാർത്ഥന അപേക്ഷിക്കുകയാണ് ചെയ്യേണ്ടുന്നത്. അല്ല അവിടെ ഉടമ്പടി എന്നുള്ള വാക്ക് ഉപയോഗിച്ചുകൂടാ. എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ. ഇന്ന് പലപ്പോഴും പലയിടത്തും അങ്ങനെ കേൾക്കുന്നുണ്ട്. ഉടമ്പടി, മാതാവുമായിട്ടുള്ള ഉടമ്പടി, അതൊക്കെ ബൈബിൾ അടിസ്ഥാനത്തിൽ തെറ്റാണ്. ദൈവം ചിലപ്പോൾ ക്ഷമിക്കുമായിരിക്കും, ദൈവം ക്ഷമിക്കും. കാരണം എന്തെന്നറിയാൻ വയ്യാതെ അവർ ചെയ്യുന്നു. ജനങ്ങൾ കൊണ്ട് അവരുടെ നിഷ്കളങ്കതയെ ദൈവം അംഗീകരിക്കുന്നു. അവിടുന്ന് അവരുടെ അതിലുള്ള ആഴമായ വിശ്വാസം ദൈവത്തിൻ്റെ ഉള്ളതാണെന്ന് കർത്താവ് മനസ്സിലാക്കി അവരുടെ രോഗസൗഖ്യവും ഉദ്ദിഷ്ട കാര്യങ്ങളും അഭീഷ്ടങ്ങളും എല്ലാം ചിലപ്പോൾ സാധിച്ചെന്ന് വരും. അത്ഭുതങ്ങൾ അങ്ങനെ സാധിച്ചെന്ന് വരും. അതില്ലാതെ വരത്തില്ല. അത് ദൈവത്തിൻ്റെ കരുണയാണ്, ആ മനസ്സിൻ്റെ ഇതാണ്. പക്ഷേ തെറ്റിലേട്ട് അവരെ നയിക്കുന്ന നേതാക്കന്മാർ, വൈദികരായാലും അല്ലാത്തവരായാലും ചെയ്യുന്നത് തെറ്റ് തന്നെയാണ്. ഉടമ്പടി ദൈവവുമായിട്ടാണ് ദൈവജനത്തിനുള്ളത്. മറ്റുള്ളവരുമായിട്ട് അതിന് ഉടമ്പടി എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പാടില്ല. മധ്യസ്ഥം സ്ഥിരമായിട്ട് തേടുന്നതാണ് ആ പ്രവൃത്തി. അപ്പോൾ കർത്താവ് അബ്രാഹത്തിൻ്റെ ഇനിയും വരാൻ പോകുന്ന സന്തതികളുടെ ഭാവിയിൽ വരാൻ പോകുന്ന കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തുകയാണ്. അന്ധകാരം ആവൃതമായപ്പോൾ, ഗാഠനിദ്രയിലായപ്പോൾ വാർദ്ധക്യപൂർത്തിയിൽ നീ സംസ്കരിക്കപ്പെടും. സമാധാനത്തോടെ നിന്റെ പിതാക്കന്മാരോട് ചേരും. 4-ാം തലമുറയിൽ ഈ സന്താനങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു പോരും. എന്തെന്നാൽ അമോര്യരുടെ ദുഷ്ടത ഇനിയും പൂർത്തിയായിട്ടില്ല. എന്താണ് അമോര്യരുടെ ദുഷ്ടത? അമോര്യരുടെ ദേശമാണ് അവിടെ നശിപ്പിക്കേണ്ടി വരുന്നത്. അതിന് ചുറ്റുമുള്ളതും അതുപോലുള്ളവരാണ് ഏകദേശം. അവരുടെ ദുഷ്ടത പൂർണ്ണമായിരിക്കണമെങ്കിൽ അവരെ നാട് കടത്തിയിട്ട് നിനക്ക് ഇത് തരാൻ പറ്റുകയുള്ളൂ. എന്തുകൊണ്ടാണ് കർത്താവ് അപ്പോൾ അങ്ങനെ ചെയ്യാതല്ല ഇപ്പോൾ അവൻ കൊടുത്തൂടെ? അങ്ങനെയല്ല ചെയ്യുന്നത്. കാരണം കർത്താവ് ചെയ്യുമ്പോൾ കർത്താവ് നീതിമാനാണ് ഏറ്റവും. ആ നീതിയിൽ ഒരിക്കലും ഒരു എന്താ പറയുന്നത്, തെറ്റ്, ഒരു മാലിന്യം അതിനകത്ത് കലരത്തില്ല, കളങ്കമില്ല, ഉണ്ടാകത്തില്ല ഒരിക്കലും. അച്ചട്ട കാര്യമാണ്. അപ്പോൾ അത് വരണമെങ്കിൽ അതിന് തക്കവണ്ണം അവരുടെ ദുഷ്ടത, കർത്താവ് ക്ഷമിക്കുന്നവനല്ലേ, ഒരുപാട് ക്ഷമിക്കണം. അപ്പോൾ ആ ക്ഷമിക്കുമ്പോൾ അതിൻ്റെ പരമകാഷ്ഠയിലെത്തി അത് സഹിക്കാൻ വയ്യാത്തവണ്ണം വരുമ്പോഴേ അതിന് ശിക്ഷാവിധി നടപ്പാക്കാൻ പറ്റുള്ളൂ. അതാണ് കർത്താവിൻ്റെ നീതി. നമ്മളോടും അങ്ങനെ തന്നെയാണ്. നമ്മൾ എത്ര കർത്താവിനെ കളഞ്ഞ് നമ്മൾ ഉപേക്ഷിച്ച് ദൂരെ ഓടിപ്പോയാലും
ലോകത്തിൻ്റെ പുറകെ പോയാലും ലോകമോഹങ്ങൾക്ക് മുൻപേ പോയാലും കർത്താവ് നമ്മളെ തേടിക്കൊണ്ടിരിക്കും, നമ്മളെ തേടി വന്നുകൊണ്ടിരിക്കും. അതായത് പുതിയ നിയമത്തിൽ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ ആ രക്തം മൂലം വീണ്ടെടുത്താൽ നമ്മളെ ഒരിക്കലും കർത്താവ് തള്ളിക്കളയത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇഷ്ടം പോലെ തെറ്റ് ചെയ്യണം, തെറ്റിൽ ജീവിക്കണം എന്നല്ല ജീവിക്കാം എന്ന് ലൈസൻസ് ആണെന്നല്ല പറയുന്നത്. അങ്ങനെ പോകുന്നവരെ പോലും കർത്താവ് ഏതെങ്കിലും ഒരു അവസരത്തിൽ അവർക്ക് തിരിച്ചു വരാനുള്ള വഴി ഒരുക്കും. അതാണ് ലൂക്കായുടെ സുവിശേഷത്തിൽ കാണുന്ന ആ 99 ആടിനെയും മരുഭൂമിയിൽ വിട്ടിട്ട് കാണാതെ പോയ ഒരാടിനെയും തേടി കർത്താവ് പോകുന്നത്, അതിനെ അന്വേഷിച്ച്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അവരുടെ ദുഷ്ടത പൂർത്തിയായിട്ടില്ല, പൂർത്തിയാകണം. അവർ ഒരിക്കലും നന്മയിലേക്ക് തിരിച്ച് ദൈവത്തിങ്കിലേക്ക് വരികയില്ല. അത് കർത്താവ് അത് പൂർണ്ണമായി. സൂര്യൻ അസ്തമിച്ചു, അന്ധകാരം വ്യാപിച്ചപ്പോൾ പുകയുന്ന ഒരു തീച്ചൂള കാണാറായി ജ്വലിക്കുന്ന ഒരു തീനാളം പിളർന്നിട്ടിരുന്ന കഷണങ്ങളുടെ നടുവിലൂടെ കടന്നുപോയി. അതാണ് ഞാൻ പറഞ്ഞത്. 2 വെച്ച് ഉടമ്പടി അവിടെ സ്ഥാപിതമായി. അബ്രഹാം അവിടെ എല്ലാം ചെയ്തു വെച്ചു. കർത്താവ് അതിൻ്റെ നടുവിലൂടെ പോയി അതിനെ ദഹിപ്പിച്ചു. ഉടമ്പടി കർത്താവ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. എത്ര പ്രാവശ്യം? 7 തവണ അവരുടെ 4 തവണ അല്ലെങ്കിൽ 5 തവണ അല്ലെങ്കിൽ 7 തവണ നടക്കണമെന്നാണ് ഈ കഷണങ്ങളുടെ മുമ്പിലൂടെ, ഈ ഇടയിലൂടെ ഈ ഉടമ്പടിക്കാർ 2 പേരും കൂടെ കൈ പിടിച്ച് നടക്കണം, കൈ കോർത്ത് പിടിച്ച്. ഇവിടെ കർത്താവ് അത് ചെയ്തു. അങ്ങനെ അതാണ് ഇത് റിജുവായ, അതായത് കടുപ്പമായ ഉടമ്പടിയാണ്. അതിനണുകളെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം വരുത്താൻ പറ്റുകയില്ല. അന്ന് നിലവിലിരുന്ന അന്നത്തെ സംസ്കാരത്തിൽ നിലവിലിരുന്ന ഒരു ജനതകളുടെ ഇടയിൽ നിലനിന്നിരുന്ന ഒരു പെരുമാറ്റച്ചട്ടമാണത്. അന്ന് കർത്താവ് അബ്രഹാമിനോട് ഒരു ഉടമ്പടി ചെയ്തു. നിൻ്റെ സന്താന പരമ്പരയ്ക്ക് ഈ നാട് ഞാൻ തന്നിരിക്കുന്നു. ഈജിപ്ത് നദി മുതൽ മഹാനദിയ യൂഫ്രട്ടീസ് വരെയുള്ള സ്ഥലങ്ങൾ, ഈജിപ്തിൻ്റെ ശേഷം ഭാഗങ്ങൾ മുതൽ ഇങ്ങോട്ട് ഇറാൻ വരെയുള്ള ഭാഗങ്ങൾ, ഇറാഖിൻ്റെ മുഴുവൻ സ്ഥലങ്ങൾ എന്ന് പറയും സ്ഥലങ്ങൾ നിനക്ക് തരും. അപ്പോൾ അതിൽ 10 പ്രദേശങ്ങൾ, അത് ജബൂസിയർ, അതായത് ഇന്നത്തെ ജബൂസിയർ എന്ന് പറയുമ്പോൾ യെറുസലേമിൽ വസിച്ചിരുന്നവരാണ്. അപ്പോൾ അവരെ എന്നിവരുടെ പ്രദേശമൊക്കെയും ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഇന്ന് അതാണ് യഹൂദർ പറയുന്നത്. അവരുടെ സാമ്രാജ്യം ദാവീദിൻ്റെ കാലത്ത് സ്ഥാപിതമായിരുന്നു, സോളമൻ്റെ കാലത്തുമൊക്കെ. അതുതന്നെയാണ് ഇപ്പോൾ അവരും പറയുന്നത്. പക്ഷേ മാറ്റങ്ങൾ പലതും വന്നുപോയി. അതുകൊണ്ട് അവിടെ മാനുഷികമായിട്ടുള്ള പരിഗണനകൾ ആണ് നടക്കേണ്ടുന്നത്. അപ്പോൾ കർത്താവ് ഈ അന്ധകാരം വ്യാപിച്ചപ്പോൾ പുകയുന്ന തീച്ചൂള ഒരു പിളർന്നിട്ടിരുന്ന കഷണങ്ങളുടെ നടുവിലൂടെ പോയി. പ്രിയപ്പെട്ടവരെ, നമ്മുടെയും ഹൃദയം അങ്ങനെ പിളർന്ന്, നമ്മുടെയും ബോധതലങ്ങളെ പിളർന്ന്, നമ്മുടെ ചിന്തകളെയും പിളർന്ന്, നമ്മുടെ പ്രവർത്തനങ്ങളെയും അങ്ങനെ പിളർന്നും മാറ്റിയിട്ട് കർത്താവിന് സഞ്ചരിക്കാൻ, ആ ഉടമ്പടിയുമായിട്ട് നമുക്ക് കൈപിടിച്ച് കർത്താവിൻ്റെ കൂടെ സഞ്ചരിക്കാൻ വരുമ്പോൾ കർത്താവ് അവിടെ വരും. നമ്മളും അതിനു വേണ്ടി അങ്ങനെ ബലി അർപ്പിക്കുമ്പോൾ കർത്താവും നമ്മുടെ കൂടെ വന്ന് ആ ബലി സ്വീകരിക്കും. നമ്മളുമായിട്ട് ഉടമ്പടി അത് കാണും. ആ തീനാളം നമ്മളിൽ കൂടി നമ്മളെയും കൂടെ ഉൾപ്പെടുത്തി ആ തീനാളം സഞ്ചരിക്കും. പരിശുദ്ധാത്മാവ് തന്നെ നമ്മളിൽ നിറയും. അപ്പോൾ നമ്മൾ കർത്താവിൻ്റെ ഉടമ്പടിയിൽ നമ്മൾ പങ്കാളിയായി ഉടമ്പടി ഒപ്പുവെപ്പിക്കപ്പെടും, രജിസ്റ്റർ ചെയ്യപ്പെടും അവിടെ. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം നമ്മുടെ ബലി എപ്പോഴും ബലിയർപ്പണം പേരിനാകരുത്, ഒരു ഷോയ്ക്കാകരുത്. അത് നമ്മളെപ്പോഴും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ നമ്മൾ ഈ വാക്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് നമ്മുടെ ബലിയർപ്പണം ഇന്നും ഇതിനെ ചേർന്നതാണോ എന്നാണ്. ഇവിടെ അബ്രഹാമും കർത്താവുമായിട്ട് ചെയ്ത ഉടമ്പടിക്ക് ചേർന്നതാണോ എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ക്രിസ്തീയ ജീവിതം ഒരു ബലി തന്നെയാണ്. അത് എല്ലാവരും ചിന്തിക്കണം. പരിശുദ്ധാത്മാവ് അതിന് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും നമ്മളെല്ലാവരെയും, എനിക്ക് വേണ്ടിയും ഒക്കെ നിങ്ങൾ അതുപോലെ പ്രാർത്ഥിക്കണം.
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ.